ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. ഇന്ന് ലീവ് കിട്ടിയില്ലേ? ഓക്കെ, ലീവ് ആഘോഷിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ഈ ക്ലാസ് കണ്ട് ഇന്നലെ നമ്മൾ 13 ചോദ്യങ്ങളും അതിന് എല്ലാ കാര്യങ്ങളും വിട്ടു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് തുടർന്നുള്ള പാഠഭാഗം നമ്മൾ നോക്കാം. നമ്മൾ പഠിക്കുന്ന പാഠത്തിൻ്റെ പേര് ശരാശരിയാണ്. ഓക്കെ, എന്താ മക്കളെ ശരാശരി? ശരാശരി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സംഖ്യകളുടെ തുകയെ അവയുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ശരാശരി. ഇപ്പോൾ 15, 20, 35 ഇവയുടെ ശരാശരി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? 15ഉം 20ഉം 35ഉം 5ഉം 40, 70. 70നെ 3 കൊണ്ട് ഹരിക്കും. അപ്പോൾ നമുക്ക് ശരാശരി. ഒരു കൂട്ടം സംഖ്യകളുടെ തുകയെ അവയുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എന്തോ അതാണ് ശരാശരി. വേറൊരു സംഖ്യ പറയാം. 6, 7, 2 ഇവിടെ ശരാശരി കണ്ടുപിടിക്കണം. നമ്മളെന്താ ചെയ്യുക? 6ഉം 7ഉം 2ഉം കൂട്ടും. 7ഉം 2ഉം 9, 6ഉം 15. 15നെ നമ്മൾ 3 കൊണ്ട് ഹരിക്കും. 5 എണ്ണം കരുതും. അതാണ് ശരാശരി. അപ്പോൾ ശരാശരി എന്താ? ഒരു കൂട്ടം സംഖ്യകളുടെ തുകയെ അവയുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എന്തോ അതാണ് ശരാശരി. അപ്പോൾ ശരാശരിയുടെ സൂത്രവാക്യം നമ്മൾ ഓർക്കണം. ഒരു കൂട്ടം സംഖ്യകളുടെ തുകയെ അവയുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എന്തോ അതാണ് ശരാശരി. ഇനി അടുത്ത സൂത്രവാക്യം നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. തുക കാണണം. എങ്ങനെ തുക കാണാം? തുക സമം ശരാശരി ഇൻറ്റു എണ്ണം. തുക സമം ശരാശരി ഇൻറ്റു എണ്ണം. ഇപ്പൊ നമുക്ക് നോക്കുക. 5, 4, 9 ഇവയുടെ ശരാശരി എത്രയാ? 5ഉം 4ഉം 9ഉം 9ഉം 18. 18/3 സമം 6. ഇനി നമ്മൾക്ക് ശരാശരി തുക കാണണം. തുക അറിയില്ല. തുക 18, ശരാശരി 6. തുക 16 ആണ്, 18 ആണ്, ശരാശരി 6 ആണ്. എന്നാൽ അത് എത്ര സംഖ്യകളുണ്ട് എന്ന് കാണണം. നോക്കുക. തുക 18 ആണ്, ശരാശരി 6 ആണ്. 6നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 18 കിട്ടും? നമുക്കറിയാം 3 ആണ്. ഓക്കെ, അപ്പോൾ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? 18നെ 6 കൊണ്ട് ഹരിച്ചാൽ പോരെ. അപ്പോൾ എണ്ണം കണ്ടുപിടിക്കാൻ നമുക്ക് പുതിയൊരു സൂത്രവാക്യം ഇന്ന് പഠിക്കാം. എണ്ണം കണ്ടെത്താൻ പുതിയ സൂത്രവാക്യം എണ്ണം സമം തുക ബൈ ശരാശരി. ഇത് ഇന്ന് നമ്മൾ പഠിക്കുന്ന പുതിയ സൂത്രവാക്യമാണ്. ഇന്നലെ നമ്മൾ 2 സൂത്രവാക്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് ശരാശരി കാണാൻ. ശരാശരി സമം തുക ബൈ എണ്ണം. വേറെ ഒന്ന് നമ്മൾ പഠിച്ചത് തുക സമം ശരാശരി ഇൻറ്റു എണ്ണം. ഇതാണ് നമ്മൾ ഇതിനു മുമ്പിലെ പഠിച്ച സൂത്രവാക്യം. ഇന്ന് നമ്മൾ പുതിയ സൂത്രവാക്യം പഠിക്കുന്നു. എണ്ണം കണ്ടെത്തണമെങ്കിൽ തുകയെ ശരാശരി കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഈ 3 സൂത്രവാക്യങ്ങളാണ് ഈ പാഠത്തിലുള്ളത്. ഒന്ന്, ശരാശരി സമം തുക ബൈ എണ്ണം. തുക സമം ശരാശരി എണ്ണം. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് പഠിക്കുന്ന പുതിയ സൂത്രവാക്യം എണ്ണം കാണാൻ തുകയെ ശരാശരി കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ഇത് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കാണാം. അത് നിങ്ങൾക്ക് നോട്ടായിട്ട് കിട്ടും. ഇപ്പം നമുക്കത് സോൾവ് ചെയ്യാം. ഒരു ക്ലാസ്സിൽ
കുറേ കുട്ടികളുണ്ട്. കുട്ടികളുടെ എണ്ണം നമുക്ക് തരുന്നില്ല. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കുകളുടെ ശരാശരി 10 10 കുട്ടികളുടെയും മാർക്കുകൾ കൂട്ടിയപ്പോൾ 200 കിട്ടി. എന്നാൽ ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? ഒരു ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട്, എണ്ണം നമുക്കറിയില്ല. പക്ഷെ ശരാശരി 10, 10ഉം കൂട്ടിയപ്പോൾ 200 കിട്ടി. കുട്ടികളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ നമ്മൾ ഓർക്കണം, ഇവിടെ കാണേണ്ടത് കുട്ടികളുടെ എണ്ണമാണ്. എണ്ണം കാണേണ്ട സൂത്രവാക്യം എന്താ? എണ്ണം സമം തുക ബൈ ശരാശരി. ഇവിടെ 200 എല്ലാ മാർക്കുകളും കൂട്ടിയപ്പോൾ കിട്ടിയത്. അതിൻ്റെ ശരാശരി 10. 200ൽ 10 20 പ്രാവശ്യമുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ 20 കുട്ടികൾ ഉണ്ട്. ചോദ്യം: ഒരു ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട്, അവരുടെ മാർക്കുകൾ കൂട്ടിയപ്പോൾ 200 കിട്ടി, ശരാശരി 10. എന്നാൽ ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? അപ്പോൾ കുട്ടികളുടെ എണ്ണമാണ് കണ്ടെത്തേണ്ടത്. നമ്മൾ ഉപയോഗിക്കേണ്ട സൂത്രവാക്യം എണ്ണം സമം തുക ബൈ ശരാശരി. തുക 200, എണ്ണം തുക ശരാശരി 10, 200ൽ 10 20 പ്രാവശ്യം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എട്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയപ്പോൾ 160 കിട്ടി. എന്നാൽ ശരാശരി എത്ര? 8 സംഖ്യകൾ തമ്മിൽ കൂട്ടിയപ്പോൾ 160 കിട്ടി. എന്നാൽ ശരാശരി എത്ര? അപ്പോൾ മക്കളെ ഓർക്കണം, ഇവിടെ ചോദിച്ചത് ശരാശരിയാണ്. ശരാശരി കാണാനുള്ള സൂത്രവാക്യം എന്താ? തുക ബൈ എണ്ണം. ശരാശരി സമം തുക ബൈ എണ്ണം. ഇവിടെ തുക എത്രയാ? 160. എണ്ണം എത്രയാ? 8. 160നെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 20 കിട്ടും. ഇവിടെ ശരാശരി 20. ചോദ്യം ഓർക്കണം, ചോദിച്ചത് ശരാശരി എത്രയാണ് എന്നാണ്. അപ്പോൾ ശരാശരി കാണാനുള്ള സൂത്രവാക്യം ശരാശരി സമം തുക ഹരിക്കണം എണ്ണം. തുക 160, എണ്ണം 8, അതുകൊണ്ട് ഉത്തരം 20. ശരാശരി 20. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട്. കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയില്ല. എല്ലാവരുടെയും ഭാരം കൂട്ടി നോക്കിയപ്പോൾ 200 കിട്ടി. ശരാശരി ഭാരം 20. എന്നാൽ ആ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്ര? ഒരു ക്ലാസ്സിലെ കുറേ കുട്ടികളുണ്ട്, എണ്ണം എത്രയാണ് നമുക്കറിയില്ല. പക്ഷേ എല്ലാവരുടെയും ഭാരം കൂട്ടിയപ്പോൾ 2000 കിട്ടി. അവയുടെ ശരാശരി 20. എന്നാൽ ആ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്ര? ഓക്കെ മക്കളെ ഓർക്കണം, നമുക്ക് എണ്ണം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താ? എണ്ണം സമം തുക ബൈ ശരാശരി. തുക ബൈ ശരാശരി. തുകയുടെ എത്രയാ? 2000. എണ്ണം ശരാശരി എത്രയാ? 20. 2000നെ 20 കൊണ്ട് ഹരിക്കാൻ എല്ലാ കുട്ടികൾക്കും അറിയാം. 100 കിലോമീറ്റർ. 100 ആളുകൾ, 100 കുട്ടികൾ. ആ ക്ലാസ്സിൽ 100 കുട്ടികളുണ്ട്. ഒരു ക്ലാസ്സിലെ കുറേ കുട്ടികളുടെ ഭാരം കൂട്ടിയപ്പോൾ 2000 കിട്ടി. അവിടെ ശരാശരി 20. എന്നാൽ എത്ര കുട്ടികളുണ്ട്? എണ്ണം സമം തുക ബൈ ശരാശരി. തുക 2000, ശരാശരി 20, അതുകൊണ്ട് കുട്ടികളുടെ എണ്ണം 100 കിട്ടും. വളരെ എളുപ്പമാണ്, ഹരണം അറിയണം. അത് നമുക്കെല്ലാം അറിയാം. ഹരിച്ചാലേ ഉത്തരം കിട്ടൂ എന്ന് ഓർക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കുറച്ച് കുട്ടികളുടെ മാർക്കുകൾ ഓരോന്നും എഴുതി കൂട്ടി. അപ്പോൾ 400 കിട്ടി. മാർക്കുകളുടെ ശരാശരി 20 ആണ് എന്ന് തന്നിരിക്കുന്നു. എന്നാൽ എത്ര കുട്ടികളുണ്ട്? മാർക്കുകളുടെ തുക 400, അവയുടെ ശരാശരി 20. എന്നാൽ
എത്ര കുട്ടികൾ ഉണ്ട്. ഇവിടെ ശരാശരിയാണോ തുകയാണോ എണ്ണമാണോ എന്ന് കണ്ടുപിടിക്കണം. ഏതാ കണ്ടുപിടിക്കേണ്ടത്? കുട്ടികളുടെ എണ്ണം. എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾക്ക് കിട്ടിയ സൂത്രവാക്യം എന്താ? എണ്ണം സമം തുക ബൈ ശരാശരി. എണ്ണം സമം തുക ബൈ ശരാശരി. എണ്ണം സമം തുക ബൈ ശരാശരി. തുക 400, ശരാശരി 20. 20 കുട്ടികളാണ് ഉള്ളത്. ഒരു ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട്. കുട്ടികളുടെ മാർക്കുകൾ കൂട്ടിയപ്പോൾ 400 കിട്ടി. ശരാശരി 20 എന്നാൽ കുട്ടികളുടെ എണ്ണം എത്ര? എണ്ണം സമം തുക ബൈ ശരാശരി. തുക 400, ശരാശരി 20. അതുകൊണ്ട് എണ്ണം സമം 20. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തമ്മിൽ കൂട്ടിയപ്പോൾ 260 കിട്ടി. അവയുടെ ശരാശരി കണ്ടുപിടിച്ചപ്പോൾ 10 കിട്ടി. എന്നാൽ എത്ര സംഖ്യകൾ തമ്മിലാണ് കൂട്ടിയത്? കുറച്ച് സംഖ്യകൾ തമ്മിൽ കൂട്ടിയപ്പോൾ തുക 260 കിട്ടി. അവയുടെ ശരാശരി കണ്ടുപിടിച്ച് നോക്കുമ്പോൾ 10 കിട്ടി. എന്നാൽ എത്ര സംഖ്യകളാണ് എഴുതി കൂട്ടിയത്? ഇവിടെ ഏതാണ്? ശരാശരിയാണോ കാണേണ്ടത്? തുകയാണോ കാണേണ്ടത്? എണ്ണം ആണോ കാണേണ്ടത്? മക്കളെ വ്യക്തമാണ്, സംഖ്യകളുടെ എണ്ണം ആണ് ചോദിച്ചത്. നമുക്ക് എണ്ണം എങ്ങനെ കാണാം? എണ്ണം സമം തുക ബൈ ശരാശരി. ഇവിടെ തുക എത്രയാ? 260. ശരാശരി 10. 260-ൽ 10 എത്ര പ്രാവശ്യമുണ്ട്? 26 പ്രാവശ്യമുണ്ട്. കാരണം അറിയണം എന്ന് നിങ്ങൾ ഓർക്കണം. 260-നെ 10 കൊണ്ട് ഹരിക്കാൻ അറിയണം. അറിഞ്ഞാൽ 26 എന്ന ഉത്തരം നമുക്ക്. ഓക്കെ, ഇനി നവോദയ പരീക്ഷയ്ക്ക് ചോദിച്ച 2 ചോദ്യങ്ങൾ നമ്മൾ നോക്കാം. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ആ 2 ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, 2 പ്രാവശ്യം നവോദയ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് തരാം. ചോദ്യം നന്നായി ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം നവോദയ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, 5 സംഖ്യകൾ തമ്മിൽ കൂട്ടി ഒരു കുട്ടി ശരാശരി കണ്ടുപിടിച്ചു. അപ്പോൾ അയാൾക്ക് 6 കിട്ടി. വേറെ ഒരു 5 സംഖ്യകൾ കൂട്ടി ശരാശരി കണ്ടുപിടിച്ചപ്പോൾ 8 കിട്ടി. ഇപ്പോൾ 5-ഉം എത്ര സംഖ്യകളുണ്ട്? 10 സംഖ്യകളുണ്ട്. ഈ 10 സംഖ്യകളും കൂട്ടി ശരാശരി കണ്ടുപിടിച്ചാൽ എത്ര കിട്ടും? ചോദ്യം മനസ്സിലായോ? 5 സംഖ്യകൾ കൂട്ടി ശരാശരി കണ്ടുപിടിച്ചപ്പോൾ 6 കിട്ടി. അടുത്ത ഒരു 5 സംഖ്യകൾ കൂട്ടി ശരാശരി കണ്ടുപിടിച്ചപ്പോൾ 8 കിട്ടി. ഈ 10 സംഖ്യകളും ഒന്നിച്ചു കൂട്ടി. അപ്പോൾ ശരാശരി എത്ര കിട്ടും? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ഇതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. 5 സംഖ്യകൾ കൂട്ടി ശരാശരി 6 കിട്ടി. അപ്പോൾ 5-ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 30. തുക സമം ശരാശരി ഇൻറ്റു എണ്ണം. അടുത്ത 5 സംഖ്യകൾ കൂട്ടി ശരാശരി 8 കിട്ടി. 8 40. അപ്പോൾ 10 സംഖ്യകളും കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 70. എത്ര സംഖ്യകളാണ് കൂട്ടിയത്? 10. ഇപ്പോൾ ശരാശരി എത്രയാ? 70/10 സമം 7. ഇപ്പോൾ ശരാശരി 7/5. പല പ്രാവശ്യങ്ങളിലും വന്ന ചോദ്യമാണ്. നമ്പർ മാറി മാറി വരും എന്ന് മാത്രം. 5 സംഖ്യയുടെ ശരാശരി 6. അവയുണ്ട്, അവയുടെ തുക 30. അടുത്ത 5 സംഖ്യയുടെ ശരാശരി 8. അവയുടെ തുക 40. മൊത്തം 10 സംഖ്യകളുണ്ട്. കൂട്ടിയാൽ 70 കിട്ടും. തുക ബൈ എണ്ണം സമം ശരാശരി. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മക്കളെ. നല്ലോണം ആലോചിച്ച് നോക്കുക. ഓക്കെ, നമുക്ക് അടുത്ത നവോദയ ചോദ്യത്തിലേക്ക് പോകാം. ഒരിക്കൽ ചോദിച്ച ചോദ്യം മക്കളെ നോക്കുക. 4 സംഖ്യകൾ കൂട്ടി
ശരാശരി കണ്ടുപിടിച്ചപ്പോൾ 6 കിട്ടി. അയാൾ ഒരു സംഖ്യയോടെ ഇങ്ങ് എഴുതി. ശരാശരി കണ്ടുപിടിച്ചപ്പോൾ 7 കിട്ടി. എന്നാൽ എഴുതിയ സംഖ്യ ഏതാണ്? നല്ലോണം ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ്. നല്ലോണം ആലോചിച്ച് നോക്കാം മക്കളെ. 4 സംഖ്യകൾ കൂട്ടി ശരാശരി കണ്ടുപിടിച്ചപ്പോൾ 6 കിട്ടിയെങ്കിൽ 4 കൂട്ടിയാൽ അയാൾക്ക് എത്ര കിട്ടണം? അല്ലേ? 4 സംഖ്യകൾ കൂട്ടി ശരാശരി 6 കണ്ടുപിടിച്ചാൽ തുക സമം ശരാശരി ഇൻറ്റു എണ്ണം 24. അയാൾ 7 സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിച്ചു. അപ്പോൾ അയാൾക്ക് 7 സംഖ്യകൾ കൂട്ടി ശരാശരി കണ്ടുപിടിച്ചു. 4 സംഖ്യകളുടെ ശരാശരി 6, ഒരു സംഖ്യ കൂട്ടി. അപ്പോൾ 5 സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിച്ചപ്പോൾ അയാൾക്ക് 40 കിട്ടി. നോക്കുക, 4 സംഖ്യകളുടെ ശരാശരി 6 ആണെങ്കിൽ 4 കൂട്ടിയാൽ 24. 5 സംഖ്യയുടെ ശരാശരി 7 ആണെങ്കിൽ 5 കൂട്ടിയാൽ 35. 4 കൂട്ടിയപ്പോൾ 24 കിട്ടി. ഒരെണ്ണം കൂടെ കൂടിയപ്പോൾ 35 കിട്ടി. അങ്ങനെയാണെങ്കിൽ പുതിയതായി എഴുതി ചേർത്ത സംഖ്യ 11 ആയിരിക്കും. 4 സംഖ്യകൾ കൂട്ടിയപ്പോൾ 24 കിട്ടി. ഒരു സംഖ്യയോടെ കൂട്ടിയപ്പോൾ 35 കിട്ടി. അപ്പോൾ കൂട്ടിയ സംഖ്യ എത്രയായിരിക്കും? 11 ആയിരിക്കും. നല്ലോണം ആലോചിക്കണം മക്കളെ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ നമുക്ക് 5 ഹോംവർക്ക് ചോദ്യങ്ങൾ തരുന്നുണ്ട്. 5 ഹോംവർക്കും നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം. ഈ ക്ലാസ് കാണണം, ക്ലാസ്സിൻ്റെ നോട്ട് എഴുതണം. 5 ഹോംവർക്കുകൾ ഇന്ന് തന്നെ ചെയ്യണം. ഇന്ന് തരുന്ന 5 ഹോംവർക്കുകളുടെയും സൊല്യൂഷൻ നാളത്തെ ക്ലാസ്സിൽ ഞാൻ വിട്ടുതരും. ഇന്നത്തെ ക്ലാസ് 1-2 പ്രാവശ്യം കണ്ട്, ഇന്ന് ഹോളിഡേ അല്ലേ, 2 പ്രാവശ്യമെങ്കിലും കണ്ട് നന്നായി മനസ്സിലാക്കാൻ നോക്കുക. എന്ത് സംശയമുണ്ടെങ്കിലും അടുത്ത ക്ലാസ്സിൽ ഞാനിത് പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.